അപ്പോ لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. അല്ലാഹു തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച് വളരെ സന്തുഷ്ടനാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ റള അന്നാ, റബ്ബേ നീ ഞങ്ങളെപ്പറ്റി തൃപ്തിപ്പെടണേ തമ്പുരാനെ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ വൃക്ഷത്തിന്റെ താഴെ ബൈഅത്തു റിദ്വാൻ നടക്കുമ്പോ ഹബീബായ നബിയെ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അവിടെ ഹബീബായ നബിയെ നിങ്ങളോട് ബൈഅത്ത് ചെയ്ത ആളുകളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്ന നബിയെ. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിനുള്ളിലെ സംശുദ്ധമായ നിയ്യത്ത് അല്ലാഹുവിനറിയാമായിരുന്നു നബിയെ. ഫഅൻസല സകീനത അലൈഹിം, അവർക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു. വഅസാബഹും ഫത്ഹൻ ഖരീബാ, അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സുനിശ്ചിതമായ വിജയം അല്ലാഹു സമ്മാനിക്കുകയും ചെയ്തു. അവരാണ് സത്യവിശ്വാസികൾ. ഹബീബായ നബിയോട് വാക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞ നബിയേ, ലൗ ഖൗതൽ ബഹറ ലഖുദ്നാ മഅക, അങ്ങ് സമുദ്രത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ദീനിനോടൊപ്പം, അല്ലാഹുവിനോടൊപ്പം, അവന്റെ വിശുദ്ധ വചനങ്ങളോടൊപ്പം, അവരോടൊപ്പം, വിശുദ്ധ വചനങ്ങളോടൊപ്പം, ഖുർആനിനോടൊപ്പം ജീവിച്ചപ്പോഴാണ് ലഖദ് റളിയല്ലാഹു, അല്ലാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. നമ്മളെപ്പറ്റി തൃപ്തിപ്പെടണമെങ്കിലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൃപ്തിപ്പെടട്ടെ, ആമീൻ. ഈ തൃപ്തിപ്പെടുമാറാവട്ടെ എന്ന് നമ്മൾ പറയില്ല തോരക്കുമ്പോഴൊക്കെ. നമ്മൾ അത്തിപ്പറ്റ ഉസ്താദിന് അത് ഇഷ്ടമല്ല. ഉസ്താദ് പുറത്തു കൊടുക്കുമാറാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനെ മാറാവട്ടെ? ഈ മാറ് എന്ന എതിരാവുക എന്നുള്ളൊരു പഴയ പ്രയോഗം ഉണ്ടല്ലോ, അതിന് മാറായിട്ട് എതിരായിട്ട്. ഉസ്താദ് അങ്ങനെയാണ് പറയല്. ഗ്രാമറിൽ കുഴപ്പമുണ്ടെന്നും തോന്നുന്നില്ല. ഉസ്താദിന് ഇഷ്ടമല്ല, എന്നാ പിന്നെ തഅദ്ദുബൻ, ഒരു അദബ് മാനിച്ചിട്ട് നമ്മളത് പറയണ്ട. അള്ളാഹു പുറത്തു തരട്ടെ, അങ്ങനെ പുറത്തു തരുമാറാവട്ടെ എന്ന് പറയണ്ട. ഒരു സ്വാലിഹായ ആബിദായ നല്ലൊരു ആലിമായ അള്ളാഹുവിന്റെ വലിയ മുസ്ലിയായ ഒരു വലിയ മഹാനല്ലേ, ആ ഒരു പൊരുത്തത്തിന് വേണ്ടി നമ്മളും അങ്ങനെ ഒരു പ്രയോഗം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ദ്വാരക്കണ കൂട്ടത്തിലൊക്കെ പറയുമ്പോഴേ അങ്ങനെ പറഞ്ഞേക്കും ഇൻഷാ അല്ലാഹ്. കാരണം പ്രായപൂർത്തി ആയയിടം മുതൽ ജമാഅത്തായിട്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല ഒരു ഫർളും എന്ന് പറഞ്ഞ മഹാനാണ് അത്തിപ്പറ്റ ഉസ്താദ്. അങ്ങനൊക്കെ പറയണമെങ്കിൽ ധൈര്യം വേണം. ഇങ്ങനെ പ്രായപൂർത്തിയായിടം മുതൽ ഒരു ഫർള് നിസ്കാരവും ജമാഅത്തായിട്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടേയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു മഹാനുഭാവന് നമുക്ക് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമല്ലേ? അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ഉസ്താദിനെ കണ്ടവരൊക്കെ ഉണ്ടാവൂലേ? ഇത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ആലിമീങ്ങൾ എന്താണ് പണ്ഡിതൻ, ഒരു ആലിം എങ്ങനെയാ ജീവിക്കേണ്ടത്, ഒരു ആലിമിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഒക്കെ കാണാൻ ആ മഹാനുഭാവൻ നമ്മെ സഹായിക്കും. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ, ആമീൻ. ലഖദ് റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു നമ്മയൊക്കെ തൃപ്തിപ്പെടട്ടെ. അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന സഹാബിമാർ, ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറായ ആളുകൾ, അവരിൽ അത്രയും ഗുണങ്ങൾ ഉണ്ടാവാൻ കാരണം പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിന്റെ കൂടെ അവർ നിന്നു. ശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് എന്നോടാണോ അള്ളാഹു പറയുന്നത്? ഒരു വാല് കേൾക്കുമ്പോ എന്നെയാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ വേണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. വന്നിട്ട് മഹാനായ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബിയുടെ മുമ്പിൽ ഇങ്ങനെ വറക്കാൻ തുടങ്ങുന്നു. നബി തങ്ങൾ ചോദിക്കുന്നു, മാ ബിക യാ സാബിത്തു, സാബിത്തേ എന്തു പറ്റി? എന്തിനാണ് ഈ വിറക്കണത്? അഖ്ശാ അൻ നകൂന ഹലക്തി യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നശിച്ചു പോയോ എന്ന് ഞാൻ പേടിക്കുന്നു നബിയേ. നമ്മളെ തന്നെയാണ്. അഖ്ശാ ഞാൻ പേടിക്കുന്നു.
അന്നകൂന ഹലക്തു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നശിച്ചുപോയോ നബിയേ, എനിക്ക് നഷ്ടം പറ്റിയോ എന്ന് ഞാൻ പേടിക്കുന്നു നബിയേ എന്ന് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഈ പേടി? വലിമ, എന്തിനായി പേടിക്കുന്നത്? പറഞ്ഞു, നബിയേ ലഖദ് നഹാന അല്ലാഹു അൻ നുഹിബ്ബ അൻ നുഹ്മദ ബിമാ ലം നഫ്അൽ. നമ്മൾ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ പ്രശംസ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു രസം മനസ്സിന് കിട്ടൂലേ? ഇങ്ങനെ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ച ആളാണ് നമ്മുടെ ഇന്നാലിന്ന ആജി എന്ന് പറഞ്ഞൊരു സുബൈർ ആജി, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറയാം, ഒരു അബ്ദുല്ലാജി, ഏതോ ഒരു അബ്ദുല്ലാജി. 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് മൂപ്പർക്ക് പറയാം, കമ്മിറ്റിക്കാർക്ക് പറയാം. പക്ഷെ മൂപ്പരൊന്ന് പൊങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ലിസ്റ്റ് വായിച്ച കൂട്ടത്തിലെ അബ്ദുല്ലാജിക്ക് നമ്മൾ വളരെ ഉദാരമായി സഹായിച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇവിടെയുള്ള അബ്ദുല്ല നിങ്ങൾ ആരും നിങ്ങൾക്ക് ആരും പേരറിയണില്ല, അതുകൊണ്ട് വെറുതെ പറഞ്ഞ ഒരു പേരിട്ടോ. അബ്ദുല്ല ഞാൻ ഗുൽമാൻ ഉണ്ടാവോ? അങ്ങനെ ആരംഭിച്ച അതൊരു മിസാലാണ്, ഉദാഹരണമാണ്. അപ്പൊ അതങ്ങനെ കേൾക്കുമ്പോ വല്ലാത്ത റാഹത്ത്. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, എനിക്കറിയാം, പക്ഷെ ആൾക്കാരൊക്കെ ഒന്ന് വിചാരിച്ചോട്ടെ ഞാൻ കൊടുത്തേക്കണേ. അങ്ങനെ വിചാരിക്കുന്നവർക്ക് അള്ളാന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. وَيُحِبُّونَ أَن يُحْمَدُوا بِمَا لَمْ يَفْعَلُوا فَلَا تَحْسَبَنَّهُمْ بِمَفَازَةٍ مِنَ الْعَذَابِ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അങ്ങനെ സന്തോഷപ്പെടുന്ന ആളുകൾക്ക് അതിശക്തമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നബിയെ. എനിക്കാണെങ്കിലോ എന്നെ പുകഴ്ത്തി പറയുന്നതോ എന്നെ ഒന്ന് നന്നാക്കി പറയുന്നതോ വല്ലാത്ത ഇഷ്ടവുമാണല്ലോ നബിയെ, അതുകൊണ്ട് ഞാനൊക്കെ നശിച്ചുപോയോ എന്ന് പേടിക്കുകയാണെന്ന് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആയത്തിങ്ങനെ ഓതുമ്പോൾ അങ്ങനെ പേടിക്കാൻ, റബ്ബേ എന്നെ പറ്റിയാണോ? അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇനിയും പറയുന്നതാണ്, എന്ത് ചെയ്യാ, അനൗൺസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഉസ്താദ്മാരൊന്നും ഇരുത്തി എന്ത് ചെയ്യരുത്, ഇങ്ങനെ പൊക്കി പറയരുത്. സ്വാഗതം പറയുന്ന ആൾക്കാരോ ഉദ്ഘാടനം ചെയ്യുന്നവരോ നന്ദി പറയുന്നവരോ ഒരു പരിപാടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരോ ആരോ ആകട്ടെ, ഇരുത്തിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. അത് വലിയ കുറ്റമാണ്. ശറഅൽ ദീനില് ഇസ്ലാമിന്റെ സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറയണ്ട. എന്തും നമ്മൾ ഉപകാരം ചെയ്ത് അള്ളാഹിന്റെ കൂലിട്ടുന്നല്ലാതെ എന്താ പൊക്കി പറയേണ്ടത്? എന്താ കിട്ടാനുള്ളത്? ആൾക്കാരൊന്നും ഒന്നും കിട്ടാനില്ല. അല്ലാഹു തആല കബൂലാക്കിയ രക്ഷപ്പെടുമെന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മനസ്സിലൊരു രസം വരില്ലേ, അങ്ങനെ രസം വന്നാൽ വലിയ തകർച്ച വരുന്ന. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബിയേ, അഖ്ശാ അൻ അഹ്ലക നബിയേ, ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിക്കുകയാണ്. വനഹാന അനിൽ ഖുയലാ, അഹങ്കാരം വരരുതേ എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ. എനിക്കാണെങ്കിലോ എന്റെ മനസ്സിനുള്ളിൽ ഞാൻ അല്പം തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ വലിയ പേടിയിലാണ്. ഞാൻ നശിച്ചുപോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയെ. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എന്താണ് എന്റെ അവസ്ഥ? ഒരു മുസ്ലിമിന്റെ അവസ്ഥ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്വഹാബത്തിന്റെ സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയും. ഇതിനെ പറ്റിയാണോ പറയുന്നത്? പറയുന്ന ഞാൻ എന്നെപ്പറ്റി ആലോചിക്കണം. വാഴ്ന്നു പറയുന്ന ആളുകൾക്കൊക്കെ ഡബിളോ ട്രിപ്പിളോ ഉത്തരവാദിത്തമാണ്. 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഇതിനപ്പുറം ഉത്തരവാദിത്തമുണ്ട്. കേൾക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരവാദിത്തമാണ്, കേട്ടത് ജീവിതത്തിലേക്ക് പറയുന്നവരും ചെയ്യണം, അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വലിയ ഉത്തരവാദിത്തത്തിന്റെ ആളുകളാണ്. അപ്പൊ തീർച്ചയായും അല്ലാഹു തആല അവന്റെ കിതാബ് അനുസരിച്ച് സുന്നത്തനുസരിച്ച് ഹബീബ് ഇഷ്ടപ്പെടുന്ന ജീവിതം കൊണ്ട് നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ സാബിത്ത് ബിൻ ഖൈസ്, സാബിത്തേ, നബി തങ്ങൾ പറയുന്നു, ഹബീബിന്റെ മുമ്പിൽ വന്ന് കണ്ണുനീർ വാർക്കുകയും അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ 2 വിഷയങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾ അഹങ്കരിക്കരുതെന്നും മനസ്സിനുള്ളിൽ നിങ്ങൾ തരക്കേടില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് പാടില്ല എന്നും. ഖൽബ് അല്ലാഹുക്കല്ലേ അറിയുള്ളൂ. ഹൃദയം ശുദ്ധിയാക്കുക. അള്ളാഹു നമുക്കൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. ഖൽബിനുള്ളിൽ അങ്ങനെ തോന്നാതിരിക്കുക. ആരും ഒരു ഭാര്യയുടെ മുമ്പിൽ ഭർത്താവെന്ന് തോന്നണ്ട ഞാൻ മുന്തിയ ആളാണ്. നമ്മളെ കഥയ്ക്ക് അള്ളാഹുക്കല്ലേ അറിയുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഞെളിയും വേണ്ട, നിങ്ങളെക്കാളൊക്കെ മുന്തിയ ഞാൻ തന്നെയാണ്, അങ്ങനെയും പറയണ്ട. ഒരു പ്രായമുള്ള ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക, റബ്ബേ എന്നെക്കാളും അയാൾ ജീവിച്ചല്ലോ, ഞാൻ ചെയ്തതിനേക്കാളും നന്മ അയാൾ ചെയ്തിട്ടുണ്ടാവും. ചെറിയ ആളെ കാണുമ്പോൾ പടച്ചോനെ ഞാൻ ജീവിച്ചത്ര ആള് ജീവിച്ചില്ലല്ലോ, അപ്പൊ ഞാൻ ചെയ്തത്ര തെറ്റവും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. 2 അവസ്ഥയിലും എന്നെക്കാൾ താഴെയുള്ളവരും എന്നെക്കാൾ മുതിർന്നവരും എന്നെക്കാളും മെച്ചമാണ്. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹു അങ്ങനത്തെ ഖൽബ് നമുക്ക് തരട്ടെ.
യാ സാബിത് ബിൻ ഖൈസ് സാബിതേ അലാ തർളാ അൻ തഈശ ഹമീദാ വതുഖ്തല ഷഹീദാ വതദ്ഖുലൽ ജന്ന. സാബിതേ, സന്തുഷ്ടമായി ജീവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ഷഹീദായി മരണം വരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കാനും നിങ്ങൾക്ക് ആഗ്രഹമില്ലയോ? സാബിതേ, ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. ഇന്നല കദാലിക്, നിങ്ങൾക്കതുണ്ട് സാബിതേ. അങ്ങനെയാ, നിങ്ങൾക്കതുണ്ട്. സന്തോഷിക്കാൻ എന്തെങ്കിലും വേണോ? ഷഹീദായിട്ട് വഫാത്ത്, മരണം വരെ സന്തുഷ്ടമായ ജീവിതം, നാളെ സ്വർഗം. മതി നബിയേ, മതി. അങ്ങനെ സന്തുഷ്ടമായി ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് സൂറത്തുൽ ഹുജറാത്തിൽ ഒരായത്ത് ഇറങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. സത്യവിശ്വാസികളായ ആളുകളെ, ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നബിയോട് ചോദിക്കുമ്പോ ഉറക്ക ചോദിക്കരുത്. തങ്ങളുടെ ശബ്ദത്തെക്കാളും താഴെയായിരിക്കണം നിങ്ങളുടെ വോള്യം കിടക്കേണ്ടത്. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഒച്ച വെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. ശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ ചെയ്തു പോയ എല്ലാ നന്മകളും അമലുകളും അങ്ങ് പൊളിഞ്ഞു പോകും. നിങ്ങളൊരു പക്ഷേ അത് ബോധിച്ചില്ല എന്ന് വന്നേക്കും. അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ആദരവ് കാണിക്കേണ്ട ആളുകളോട്, ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി, ഭർത്താവിനോട് ഭാര്യ, മാതാപിതാക്കളോട് മക്കൾ, ഇതുപോലെ അച്ചടക്കത്തിൽ പെരുമാറേണ്ടവരാണെന്ന് പരിശുദ്ധമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദമായി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയോടും വാപ്പയോടും അവരുടെ ശബ്ദത്തെക്കാൾ ഉറക്ക സംസാരിക്കരുത്. ഉമ്മയോടും വാപ്പയോടൊപ്പം ഉറക്ക പറയും. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.